ചെറിയ കുഞ്ഞുള്ള വീട്ടിൽ എല്ലാ സാധനങ്ങളും കുഞ്ഞിൻ്റെ കയ്യകലത്ത് എത്താത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റി വയ്ക്കുക എന്നുള്ളത് നല്ലതല്ല. കുഞ്ഞിന് അപകടം വരുത്തുന്നതോ അല്ലെങ്കിൽ എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്നതോ ആയ സാധനങ്ങളൊക്കെ ഇതേ രീതിയിൽ കുഞ്ഞിൻ്റെ കയ്യെത്താത്ത അകലത്ത് വയ്ക്കാം. ചില സാധനങ്ങളുടെ അടുത്തേക്ക് കുഞ്ഞ് ഇഴഞ്ഞെത്തണം. അങ്ങനെ ഇഴഞ്ഞെത്തി അത് എത്തിപ്പിടിക്കണം. അപ്പോഴൊക്കെയാണ് കുഞ്ഞിൻ്റെ മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയും, കുഞ്ഞിൻ്റെ ശാരീരിക പേശി വികസനം സംഭവിക്കുന്നത് അത്തരം കാര്യങ്ങളിലാണ്. അതേപോലെ പ്രധാനപ്പെട്ടതാണ് കുഞ്ഞിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്ന സ്റ്റിമുലേഷൻസ്, ഉദ്ദീപനങ്ങളെ കൂടുതൽ സ്വീകരിക്കാനും പ്രചോദിതമാക്കാനുമുള്ള നടപടികൾ. ഒരു ഉദാഹരണത്തിന്, കുഞ്ഞ് കിടക്കുന്ന മുറികളിൽ വിവിധ വർണ്ണങ്ങളിലുള്ള, ചിലതൊക്കെ കടുത്ത നിറങ്ങളിലുള്ള വസ്തുക്കൾ വയ്ക്കുക, വിവിധ തരം സംഗീതങ്ങൾ കേൾപ്പിക്കുക, കുഞ്ഞിനെ വിവിധ തരം രുചികൾ ശീലിപ്പിക്കുക. ഒരു വയസ്സിന് ശേഷം കുഞ്ഞിനെ നമുക്ക് ഫാമിലി ഫുഡ്സ് നൽകാമല്ലോ. കുഞ്ഞിനെ വിവിധ തരം സ്മെല്ലുകൾ സ്മെൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, കുഞ്ഞിനെ തലോടുക. ഇതെല്ലാം കുഞ്ഞിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. അതിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലേഷൻസ് ബ്രെയിനിലെത്തി അതുവഴി കൂടുതൽ ബ്രെയിൻ സിനാപ്സിസ് ഉണ്ടാക്കാൻ സഹായിക്കും. ഇതാണ് പ്രധാനമായും ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം കുഞ്ഞിൻ്റെ ശാരീരിക വികാസങ്ങളാണ്. അതായത് ഓരോ കുഞ്ഞും ആദ്യം കമഴ്ന്ന് കിടക്കും, പിന്നെ ഇഴയും, അതേപോലെ തന്നെ ഇരിക്കും, പിന്നെ മെല്ലെ മെല്ലെ നിൽക്കും, പിന്നെ നടക്കും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ കുഞ്ഞുങ്ങളും ഒരേ ടൈം ലൈനിൽ ഒരേ മൈൽ സ്റ്റോൺ പിന്നിടുന്നവരല്ല. ഇതിന് ഒരു റെഗുലർ പാറ്റേൺ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഈ കുഞ്ഞിന്, ഓരോ കുഞ്ഞിനും യുണീക്കാണ്. അവർ ഓരോ രീതിയിലാണ് അവരുടെ മൈൽ സ്റ്റോൺസ് പിന്നിടുന്നത്. അതുവഴി കുഞ്ഞുങ്ങളെ താരതമ്യം ചെയ്യാതിരിക്കുക. കുഞ്ഞ് പിന്നീട് വളർന്ന് വരുന്ന സമയത്ത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത്, ഇവൻ ഇത്രാമത്തെ പ്രായത്തിൽ ഇത്രാമത്തെ മാസത്തിൽ ഇഴഞ്ഞിട്ടില്ല, ഇത്രാമത്തെ മാസത്തിൽ ഇരുന്നിട്ടില്ല എന്നുള്ള കമൻസുകളൊക്കെ കുട്ടികളെ കേൾക്കെ പറയാതിരിക്കുക. അപ്പോൾ ഓർക്കുക, കുഞ്ഞുങ്ങളുടെ ആദ്യ വർഷങ്ങൾ എന്ന് പറയുന്നത് വളരെ ക്രിറ്റിക്കൽ പീരിയഡ് എന്ന് വിളിക്കുന്ന സമയമാണ്. നമ്മളൊരു പക്ഷേ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പിന്നീട് വലിയ പങ്കുണ്ട് എന്നുകൂടി തിരിച്ചറിയുക. ഓക്കെ, താങ്ക് യു.